അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഊതുക, തുപ്പുക, തടവുക ഇങ്ങനെയുള്ള പല പരിപാടികളും നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ ഇരുന്ന് ചെയ്യാറുണ്ട്. ചിലർ ഊതും, അതായത് ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് നെഞ്ചത്തേക്ക് ഊതുക, ചിലരൊക്കെ കയ്യിൽ ഊതിയിട്ട് മേത്തൊക്കെ തടവുക. അപ്പോൾ കേരളത്തിന് പുറത്ത് ഹനഫികളുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥല പള്ളികളിലും 2-3 ആളെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടാവും. നമ്മളും ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ തെറ്റാണ്. പറഞ്ഞു വരുമ്പോൾ ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, ഹറാമായിട്ട് തന്നെ കൂട്ടേണ്ടി വരും. അപ്പോൾ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം, ദിക്ർ 33 അങ്ങനെ 99 പ്രാവശ്യം. അത് 100 പോലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചോദിച്ചു, 100 ആക്കണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായിക്കൊണ്ട് ഇല്ല 99 മതി എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പുള്ള കിതാബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹദീസ് കിതാബിൽ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഈ ഊതുക എന്നുള്ളത് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഓത്ത് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ഊതൽ. അതുപോലെ ഉറക്കത്തിനകത്ത് സ്വപ്നം കണ്ട് പേടിച്ചു, അത് കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് ഇടതുവശത്തേക്ക് 3 പ്രാവശ്യം തുപ്പുന്നത്. ശരിക്കും തുപ്പരുത്. വെറുതെ വായിൽ ഉണങ്ങിയ രീതിയിൽ എയർ മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ, കാറ്റ് മാത്രം. അതാണ് തുപ്പുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഇവിടെ ആ ഒരു പ്രയോഗം ഉപയോഗത്തിൽ വരുന്നില്ല. പിന്നെ ഉള്ളത് തടവുക എന്നുള്ളതാണ്. അതും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആയത്തുൽ കുർസി, ആമനർ റസൂൽ, പിന്നെ കുൽ 4 സൂറത്തുകൾ, അതിനു മുമ്പ് ഏറ്റവും ആദ്യം ഫാത്തിഹ, ഇതൊക്കെ ഊതിയിട്ട് മേത്തൊക്കെ തൂക്കുകയും തടവുകയും ഒക്കെ ചിമയിൽ മുഴുവൻ തടവാം. പറ്റുന്ന അത്രയും സ്ഥലത്ത് തടവാവുന്നതാണ്. അല്ലാതെ ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി സംശയമുള്ളവർ അടുത്തുള്ള വലിയ ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കുക. മാത്രമല്ല, ഇങ്ങനെയുള്ള പുതിയ ആചാരങ്ങളോ അല്ലെങ്കിൽ അനാചാരങ്ങളോ അല്ലെങ്കിൽ ബിദ്അത്തുകളോ നമ്മൾ തുടങ്ങി വെച്ചാൽ നമ്മളത് പള്ളിയിലിരുന്ന് ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ കാണുകയും അവരത് അനുകരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ തലമുറകളോട് അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അത് നമ്മളിലൂടെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കുറ്റം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ ആരും കാണാതിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.